ഇന്ന് നമ്മൾ ആനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾക്കറിയാം, പക്ഷെ ആനയ്ക്ക് ഇതുവരെ ആ സംഗതി പിടിയിട്ടിട്ടില്ല ടീച്ചർ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇന്ന് രാവിലെയും കണ്ടു ഒരു നീർക്കോലി പോലുള്ള പാപ്പാൻ ജടാഘടിയനായ ഒരു കൊമ്പൻ ആനയോട് ഡാ അങ്ങോട്ട് മാറി നില്ലേ, അല്ലെങ്കിൽ ചെവി പൊന്നാക്കും എന്ന് പറഞ്ഞപ്പോ ആന കൊച്ചുകുട്ടിയെ പോലെ അനുസരിക്കുന്നു. ഛേ, നാണമില്ലാത്തവൻ. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല ടീച്ചറെ. ഓ മതി മതി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാ പിന്നെ അരമണിക്കൂർ അതിന്റെ മുകളിൽ നിന്റെ പ്രസംഗമായിരിക്കും. ഹോ ക്ഷമിക്കണം ടീച്ചർ, ഞാൻ പ്രസംഗം നിർത്തി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആനയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദീപു പറയൂ. ആനയ്ക്ക് 4 കാലുണ്ട്. സിംഹത്തിനും പുലിക്കുമെല്ലാം 8 കാലാണോ? അവനെ പറയാൻ അനുവദിക്കിട്ടോ. ഓക്കെ ദീപു, യു ക്യാരി ഓൺ. ആനയ്ക്ക് ഒരു തലയുണ്ട്. എനിക്ക് വയ്യ ദൈവമേ, എനിക്ക് 2 തലയുണ്ടായിരുന്നെങ്കിൽ ഒരു തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ. ടീച്ചർ, ഈ ടിൻഡു ഉത്തരം പറയാൻ സമ്മതിക്കുന്നില്ല. ഓ വല്ലാത്തൊരു ശല്യായല്ലോ ഇവനെ കൊണ്ട്. എടാ ടിൻഡു, നിനക്കൊക്കെ വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായി ഇങ്ങോട്ട് വരുന്നത്? നീ അത്രയ്ക്ക് വലിയ ആളാവല്ലേ. എന്റെ ടീച്ചറെ, ഇതൊക്കെ കേൾക്കുമ്പോ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാ. അതെ, ടീച്ചർക്കൊരു സംഗതി കേൾക്കണോ? ആനപ്പാല് ഡെയിലി കുടിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ഇന്നലെ കണ്ടു. ആനപ്പാല് കുടിക്കുന്ന കുട്ടിയോ? ഒന്ന് പോടാ അവിടുന്ന്. സത്യമായിട്ടും ദിവസവും 3 കിലോ വെച്ച് അവന് തൂക്കം കൂടുന്നത്. അതേതാടാ കുട്ടി? ആരുടെ കുട്ടിയാ? ആനയുടെ കുട്ടിയാ. ഹലോ. എടി ഇത് ഞാനാ. അതെ, ഇന്ന് ഊണിന് എന്റെ ഓഫീസിലെ സുരേഷ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിനെന്താ, വന്നോട്ടെ, ഊണ് റെഡിയാ. പക്ഷെ ഒരു കുഴപ്പമുണ്ടടി, ആ ടിൻഡു ഉണ്ടോ അവിടെ? പിന്നല്ലാതെ, അവൻ ഇന്നും കള്ള മടിയും കാണിച്ച് സ്കൂളിൽ പോയില്ല. ആകെ പുലിവാലായല്ലോ. ഇടി, നമ്മുടെ ടിൻഡു മോൻ ഭയങ്കര മിടുക്കനാണ്, ബുദ്ധിശാലിയാണ് എന്നൊക്കെയാ ഞാൻ സുരേഷിനോട് പറഞ്ഞിരിക്കുന്നത്. അവൻ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. നിങ്ങൾ അയാളെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങ് പോര്. എടാ ടിൻഡു, ഇന്ന് ഊണിന് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ആഹാ, കൊള്ളാലോ. ഗസ്റ്റ് ഫ്രൈ ആണോ അതോ കറി വെച്ചതാണോ? ഫ്രൈയാ എനിക്കിഷ്ടം. ദൈവമേ, എടാ നമുക്ക് ഇന്നൊരു വിരുന്നുകാരനുണ്ടെന്ന്. ഓ, അത്രേ ഉള്ളൂ? നീ വലിയ ബുദ്ധിമാനാണെന്നാ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ? അച്ഛന് നാണക്കേടാണേ. അതിന് അച്ഛൻ കളവൊന്നും പറഞ്ഞില്ലല്ലോ. സത്യമല്ലേ, ഞാനൊരു ബുദ്ധിമാനല്ലേ. ഓ, ബുദ്ധിയുടെ കാര്യമൊന്നും പറയണ്ട. നീ ചുമ്മാ ഒന്നിലും കേറി ഇടപെടാഞ്ഞാ മതി. ഗസ്റ്റ് വരുമ്പോ എന്നെ കണ്ട ഒരു ബുദ്ധിമാനാണെന്ന് തന്നെ തോന്നണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത് മാത്രം മതി. വരൂ വരൂ, ഇരിക്കൂ സുരേഷ്. ഓ താങ്ക്സ്. അല്ല, മോനെവിടെ? ഞാനിവിടെ ഉണ്ട്. ഹലോ മിസ്റ്റർ സുരേഷ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആഗോള സ്ഥാപനമൊക്കെ എങ്ങനെ? ഒബാമ വീണ്ടും പ്രസിഡന്റ് ആയല്ലേ? ഭയങ്കര ബുദ്ധിയാ, ഞാൻ പറഞ്ഞിരുന്നല്ലോ. ബുദ്ധിമാനാണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ടിൻഡു, പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പഠനം അതിന്റെ വഴിക്ക് നീങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ നാം ചുറ്റുപാടുകളിൽ നിന്നും ആർജിക്കുന്ന അറിവാണല്ലോ ശരിയായ പഠനം. ഓ വണ്ടർഫുൾ, അതിശയം തന്നെ. ഇവന് ഗംഭീര ബുദ്ധിയാണ് കേട്ടോ. ഊണെടുത്ത് വെച്ചിട്ടുണ്ടേ, ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം സംസാരം. പപ്പടം കാച്ചി വെച്ചിരുന്നല്ലോ, അതൊരിടത്തും കാണുന്നില്ല. പപ്പടം അല്ലേ? കാണില്ല. അതെ, കാച്ചിയ പപ്പടം കേടുവരാതിരിക്കാൻ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടമ്മേ. ഇതൊരു പലചരക്ക് കടയല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? തോന്നിയാൽ പോരല്ലോ, വല്ലതും ഉണ്ടോ? നീ എന്ത് വേണമെന്ന് പറ, നമുക്ക് നോക്കാലോ. എനിക്ക് 4-5 ഐറ്റംസ് മതി. നീ ഓരോന്നോരോന്നായി പറ. വെളിച്ചെണ്ണ വേണം ചേട്ടാ, 1 കിലോ. കിലോ അല്ല മോനെ, ലിറ്ററാ, ലിറ്റർ. ദ്രാവകങ്ങളൊക്കെ ലിറ്ററിലാ പറയാ. അതൊക്കെ എനിക്കറിയാം, ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞതാ. അപ്പൊ വെളിച്ചെണ്ണ 1 കിലോ. ലിറ്റർ ലിറ്റർ. ചേട്ടാ, ബിസ്ക്കറ്റിന് എന്ത് വിലയാവും? 10 രൂപ. എന്റെ അമ്മോ, മുടിഞ്ഞ വിലയാണല്ലോ. സാരില്ല, ഒരു 5 എണ്ണം പാക്ക് ചെയ്തേക്കൂ. നീ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അല്ലല്ല, ആ മെയിൻ ഐറ്റം വിട്ടുപോയി. 2 കിലോ അരി കൂടി വേണം. ഏതാ വേണ്ടത്? അരി, നമ്മളുടെ അരിയെ തിന്നുന്ന വെന്താൽ ചോറാവും. വെളുത്ത മണിമണി പോലത്തെ ചോറ്. ഇപ്പൊ മനസ്സിലായോ? അത് എനിക്ക് അറിയാം, ഏത് അരിയാ വേണ്ടതെന്ന്. ജയ, പൊന്നി, വസുമതി, മഹാലക്ഷ്മി. ചേട്ടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നതല്ല, അരി വാങ്ങാൻ വന്നതാ.
ഓ മോന്റെ ഒരു തമാശ. അപ്പോ ഇത്ര സാധനങ്ങളല്ലേ ഉള്ളൂ? അപ്പോ അരി 2 കിലോ, എണ്ണ 1 ലിറ്റർ, 10 രൂപയുടെ 5 ബിസ്ക്കറ്റ്, എല്ലാം കൂടെ എത്ര ആവും ചേട്ടാ? അപ്പൊ മോനെ മൊത്തം 125 രൂപ. ആ സാധനം പാക്ക് വെച്ചത് എടുത്തേ. വേണ്ട ചേട്ടാ, അപ്പോ ടോട്ടൽ 425 രൂപ അല്ലേ? അങ്ങനെ ഇന്നത്തെ ഹോംവർക്കും തീർന്നു. നീ ഇപ്പോഴിറങ്ങിയ ഏതെങ്കിലും പടം കണ്ടോ? അതിന് കൊള്ളാവുന്ന ഒരെണ്ണമെങ്കിലും വേണ്ടേ? എടാ, ആ പടത്തിൽ നമ്മുടെ തങ്കമണി ആന്റി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? പുള്ളിക്കാരി ഫുൾ ടൈം സീരിയലിലല്ലേ? അല്ലല്ല, ഇപ്പോൾ സിനിമയിലും അല്ലറ ചില്ലറ വേഷമൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഒരു സംഭവം തന്നെയാടാ. എന്താ ഒരു കരച്ചിൽ! അത്രയും മനോഹരമായി കരയാൻ വേറൊരു സീരിയൽ നടിയെയും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു തീർന്നില്ല, ദേ വരുന്നു. ഹലോ ആന്റി, എന്തൊക്കെയാ വിശേഷം? ഇപ്പോ ഇറങ്ങിയ നോസ്റ്റ് നോസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? പിന്നെ 5 സീനിൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയല്ലേ. അല്ല ആന്റി. ആരാടാ നിന്റെ ആന്റി? എനിക്കാകെ 23 വയസ്സേ ഉള്ളൂ. ഇവരുടെ മൂത്ത മോൾക്ക് 30 വയസ്സ് വരും. 23. എന്തായാലും ഇപ്പൊ ചേച്ചി എത്ര സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്? ഒരു 150-150ഓളം അഭിനയിച്ചു. കുറെ സമ്പാദിച്ച് കാണുമല്ലോ. സമ്പാദ്യം എന്തു പറയാനാ ടിൻഡു, എന്റെ ഒരു തലവിധി. പുതിയ സീരിയലിന്റെ പേരാണോ ചേച്ചി? അല്ലടാ, മിനിഞ്ഞാന്ന് എന്റെ വീട്ടിൽ കള്ളം കേറി, അതും പട്ടാപകൽ. എന്തെങ്കിലും പോയോ? 2 കൊല്ലം അഭിനയിച്ചുണ്ടാക്കിയതൊക്കെ പോയടാ. 200 പവനാ ആ സാമദ്രോഹി അടിച്ചോണ്ട് പോയത്. ദൈവമേ, 200 പവനോ? എന്ന് വെച്ചാ ഒരു പവന് 25,000. അപ്പോ 200 പവന് 50 ലക്ഷം രൂപയോ? അത്രയും പോയോ? ഓർമ്മിപ്പിക്കാതെ മോനെ, എന്റെ നെഞ്ചു പൊട്ടുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ ചേച്ചി, നാട്ടുകാരെ കണ്ണീർ കുടിപ്പിച്ചുണ്ടാക്കിയ സമ്പാദ്യമൊന്നും നിലനിൽക്കില്ല ചേച്ചി, ഒരിക്കലും നിലനിൽക്കില്ല. ഇന്ന് നമ്മൾ വിവിധ തരം സംഗതികളെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന വിധമായിരിക്കും. അതേടാ, സാമ്പാർ ഉണ്ടാക്കി നിന്നെ കൊണ്ട് ഞാൻ തീറ്റിച്ചു തരാം. എന്തിനാടാ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? നിനക്കൊന്ന് ചുമ്മാ ഇരുന്നു കൂടെ? ഒരു രസമല്ലടാ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാപട്യക്കാരൻ? ഉത്തരം ഞാൻ പറയാം സാർ. ഓഹോ, ശരി, എങ്കിൽ ഉത്തരം പറയൂ. ദാ ഈ ദീപു ആണ് സാറേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാപട്യക്കാരൻ. എടാ ദ്രോഹി! എടാ, നീ എന്തൊക്കെയായി പറയുന്നത്? അവനോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോടാ തീർക്കുന്നത്? സത്യമായിട്ട് ഇവൻ തന്നെയാണ് സാറേ ഏറ്റവും വലിയ കാപട്യക്കാരൻ. അതെങ്ങനെ നിനക്കറിയാം? ഇവൻ പറയാ, ഇവന് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു സന്തോഷമില്ലെന്ന്. ഓ, എന്തൊരു കാപട്യക്കാരനാ നോക്കണേ. എടാ എടാ എടാ, നീ വല്ലാതെ വിളയല്ലേ. ഇനി നമ്മൾ അതാരാ ഉറങ്ങുന്നത്? ടോണിയാണ് സാറേ, പാവം. പാവമോ? ക്ലാസ് ടൈമിലാണോടാ കിടന്നുറങ്ങുന്നത്? വിളിച്ചുണർത്തടാ അവനെ. എനിക്ക് പറ്റില്ല സാറേ. ധിക്കാരം പറയുന്നോടാ, വിളിക്കടാ അവനെ. ഞാൻ വിളിക്കില്ല, സാറ് തന്നെയല്ലേ അവനെ ഉറക്കിയത്, അതുകൊണ്ട് സാറ് തന്നെ വിളിച്ചു ഉണർത്തിയാ മതി. ഡാ ടോണി, ടോണി, ഇനി ഉറങ്ങിയാൽ നല്ല തല്ല് ഞാൻ വെച്ചു തരും. ഇനി നമ്മൾ വിവിധ തരം മണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മണ്ണ് പലവിധമുണ്ട്. ചെമ്മണ്ണ്, പൂഴിമണ്ണ്, കരിമണ്ണ്, അങ്ങനെ പല വിധത്തിലാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കുകയായിരുന്നു. സാറേ, അടുത്ത ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ? ശല്യപ്പെടുത്തല്ലേ ടോണി, സാറിന്റെ തലയിൽ നിറയെ മണ്ണാ. എടാ ടിൻഡു, ജീവൻ വേണേ വേഗം മുങ്ങിക്കോ. നിന്നെ പുഷ്കരൻ ചേട്ടൻ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്തിനാ ചേട്ടൻ എന്നെ തിരക്കി നടക്കുന്നത്? നിന്റെ വീടിനടുത്തുള്ള ബിന്ദു ചേച്ചിയെ പുള്ളിക്കാരന്റെ മകനല്ലേ പെണ്ണു കെട്ടിയത്? ആ അതെ, അതിന് പുള്ളിക്കാരൻ പെണ്ണിനെ കുറിച്ച് നിന്റെ അടുത്തല്ലേ ഡീറ്റെയിൽസ് ചോദിച്ചത്? അതെനിക്കറിയാം. എടാ, അതിന് മുഴുത്ത വട്ടാ. അതിന്റെ ശല്യം ഒന്ന് തീരട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞതാ. എന്നാ നിന്റെ കാര്യം പോക്കോ. പുള്ളി ദേ വരുന്നു, ഞാൻ പോവാ. പിടിച്ചു നിൽക്കാനൊക്കെ എനിക്ക് അറിയാം മോനെ. എടാ വൃത്തികെട്ടവനെ, നീ എന്നെ ചതിച്ചല്ലോടാ. അറിഞ്ഞോണ്ട് ഞാൻ ആരെയും ചതിക്കാറില്ല ചേട്ടാ. എടാ, ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ ആ പെണ്ണിനെ പറ്റി? നീ എന്താ പറഞ്ഞത്? പെണ്ണ് സുന്ദരിയാണ്, മാലാഖിയാണ്. എന്നിട്ടോ? എന്നിട്ട് എന്തു പറ്റി? ആ സാധനത്തിന് കോങ്കണ്ണടാ. ഒരു കണ്ണുകൊണ്ട് എന്നെ നോക്കും, മറ്റേ കണ്ണുകൊണ്ട് നിന്നെ നോക്കും. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടില്ലേ.
എല്ലാവരെയും ഒരുപോലെ നോക്കുന്നവളാ പെണ്ണെന്ന്. അമ്പടാ നീ ആള് കൊള്ളാലോ. ആ അതവിടെ നിക്കട്ടെ. എടാ ആ പെണ്ണിന് ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റില്ല. അവളുടെ 2 കൈക്ക് സ്വാധീന കുറവുണ്ട്. ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എപ്പോഴൊരു വിറയല, ഒന്നും നേരാവണ്ണം എടുക്കാൻ പറ്റില്ല. എന്താടാ അങ്ങനെ? ആക്ച്വലി ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. പെണ്ണിനമ്മ വാരിക്കോരി കൊഴുക്കാറുണ്ടെന്ന്. കൈക്ക് സ്വാധീനം ഇല്ലാത്ത പെണ്ണിനെ ആ അമ്മ എങ്ങനെയാ ഭക്ഷണം കൊഴുക്കുക? അച്ഛാ, നമ്മൾ ഈ ഹോട്ടൽ തുറന്നു വെച്ചിട്ട് ആരും കയറി നോക്കുന്നത് പോലും ഇല്ലല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ഒരു ഈച്ച പോലും കേറുന്നില്ല. അങ്ങനെ പറയരുത്. അച്ഛൻ നോക്കിയേ, ടേബിളിൽ നിറയെ ഈച്ചകളാ. ഞാൻ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര വിതറിയിടാം. ഈച്ചകൾ ഇനിയും വരും. സർ, എന്താ കഴിക്കാൻ വേണ്ടത്? കൊച്ചു പയ്യനോ? അതേ ബാലവേല നിരോധിച്ചതാ. അതിന് ഞാൻ ബാലനല്ല, ടിൻഡു എന്നാ എന്റെ പേര്. ടിൻഡു വേല നിരോധിച്ചിട്ടില്ലല്ലോ. അല്ല, അത് ബാലവേല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ച ബാലനെ ഇന്നലെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ശരിക്ക് പണിയെടുക്കുന്നില്ലെന്നേ. സാറിന് കഴിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? ഒരു ചായ വേണം. കടുപ്പത്തിൽ വേണോ അതോ സ്ട്രോങ് ആയിട്ട് മതിയോ? അത് രണ്ടും ഒന്നല്ലേ? പറയുമ്പോ ഒന്നാ, പക്ഷെ ചായ ഉണ്ടാക്കുമ്പോ മാറും. കടുപ്പത്തിലുള്ള ചായക്ക് നല്ല കടുപ്പം ഉണ്ടാവും. അതേസമയം സ്ട്രോങ് ചായ ആണെങ്കിൽ അത് നല്ല സ്ട്രോങ്ങും ആയിരിക്കും, കടുപ്പം കാണില്ല. ഏത് വേണം? ഓഹോ, എങ്കിൽ ഒരു സ്ട്രോങ് ചായ എടുത്തോളൂ. ഷോ, എന്തൊരു ഈച്ചയായത്. വൃത്തിയില്ലാത്ത ഹോട്ടലാണെന്ന് തോന്നുന്നു. ഒന്ന് പോയി ഈച്ചേ, പോ. ആഹാ, ചേട്ടന് ഈച്ചയോടൊപ്പം കളിക്കുകയാണോ? എനിക്കിഷ്ടായി. ഓരോരുത്തരുടെ ഓരോ ഹോബികളെ. എനിക്ക് വയ്യ. അതെ, ചായ ഒറ്റ വലിക്ക് കുടിച്ചോളണം. പിന്നെ ഈച്ച വീണ് കൂച്ച വീണ് എന്ന് നിലവിളിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എനിക്ക് ഈച്ചയെ തീരെ പിടിക്കുന്നില്ല. ചേട്ടന് ഈച്ചയെ പിടിക്കാതിരുന്നത് എന്റെ കുഴപ്പമാണോ? ഞാൻ നല്ല അസലായിട്ട് ഈച്ചയെ പിടിക്കും.